നിങ്ങളുടെ കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സ് ആണ്. ചിലർ പറയും പഴയ ട്രഡീഷണൽ രീതിയാണ് നല്ലത്, ഇടയ്ക്ക് കുട്ടികളെ ശിക്ഷിച്ചും ശാസിച്ചും ഒക്കെ വളർത്തുന്നതാണ് അവർ നന്നായി വളരാൻ നല്ലത്. എന്നാൽ ചിലർ പറയും ഇപ്പോഴത്തെ ന്യൂജൻ പാരന്റിങ് ആണ് നല്ലത്. അതെന്ത് തന്നെയായാലും കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, നിങ്ങൾ പലപ്പോഴും മക്കളോട് ദേഷ്യപ്പെടുന്നത് അവരുടെ തെറ്റുകൊണ്ടല്ല, നിങ്ങളുടെ മൂഡ് അതല്ലെങ്കിൽ നിങ്ങളുടെ മെന്റൽ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ചാണ് നിങ്ങളുടെ റിയാക്ഷൻസ് വരുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ഭയങ്കര കാഷ്വൽ ആയിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുട്ടി ഒരു വികൃതി കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും. എന്നാൽ അതേ വികൃതി കുട്ടി നമ്മൾ പീക്ക് ബിസി ടൈമിൽ അതല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന സമയത്താണ് കാണിക്കുന്നത് എങ്കിൽ നമ്മൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ചെയ്യേണ്ടത് ഒന്ന് പൗസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം റിയാക്ട് ചെയ്യുക. രണ്ടാമത്തേത്, കുട്ടികളെ അടിക്കുകയും ശകാരിക്കുകയും പേടിപ്പിച്ചൊക്കെ നമ്മുടെ സുപ്പീരിയോറിറ്റി അവരുടെ മേൽ കാണിക്കരുത്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സുപ്പീരിയോറിറ്റി കാണിക്കാൻ പറ്റുന്നവരാണ് നമ്മുടെ മക്കൾ. പഠനങ്ങൾ പറയുന്നത് നിരന്തരം നമ്മുടെ ഈഗോയും നമ്മുടെ സുപ്പീരിയോറിറ്റിയും കുട്ടിയുടെ മേൽ കാണിച്ചുകൊണ്ടിരുന്നാൽ ആ കുട്ടി ചെറിയ വയസ്സിൽ തന്നെ ഭയങ്കര പവർലെസ് ആയിട്ട് കുട്ടിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മൾ കാണിക്കുന്ന ഈ സുപ്പീരിയോറിറ്റി അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ അത് അവരുടെ സെൽഫ് എക്സ്റ്റീമിനെ സാരമായിട്ട് ബാധിക്കും. ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് ഗുഡ് ഫോർ അവർ ചൈൽഡ് സെൽഫ് എക്സ്റ്റീം. നമ്മുടെ ഈഗോയും സുപ്പീരിയോറിറ്റിയും ഓവറായിട്ട് കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ട്രീറ്റ് ദം വിത്ത് റെസ്പെക്ട്, ലവ് ആൻഡ് കൈൻഡ്നെസ്.